Hello dears, Assalamu alaikum. Welcome back to my channel. എല്ലാവർക്കും ഈദ് മുബാറക് ആശംസകൾ. അപ്പോൾ ഇന്നിതാ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഈദിൻ്റെ വിശേഷങ്ങളും നമ്മുടെ ലാസ്റ്റ് നോമ്പ് തുറയൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈദിൻ്റെ തലേ ദിവസം രാവിലെ വീട്ടിലെ എല്ലാ ജോലികളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉള്ളികളും ഒക്കെ ഒന്ന് തൊലിച്ചൊക്കെ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈദിൻ്റെ അന്ന് പെട്ടെന്ന് പണികളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മൾ തലേ ദിവസം തന്നെ ഒക്കെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇതാ ഉള്ളികളൊക്കെ തൊലിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ മൈലാഞ്ചി അരക്കാൻ വേണ്ടിയിട്ടുള്ള ഇലയൊക്കെ ഊരിയെടുക്കുകയാണ്. ശരിക്കും ഈ അരച്ച മൈലാഞ്ചി ഇടുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ കാണാനായിട്ട്. അപ്പോൾ നല്ലൊരു ചോപ്പുമാണ് അരച്ച മൈലാഞ്ചി ഇടുമ്പോൾ. അപ്പം ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ അരച്ച് ഇടാറാണ് കേട്ടോ പതിവ്. അപ്പോൾ അതാ അമ്മയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും കിച്ചണിലോട്ട് പോയി. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കായിട്ടുള്ള പരിപ്പ് വട ഉണ്ടാക്കാനാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ പരിപ്പൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടുള്ള ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പൗഡേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വീഡിയോ നല്ല ലെങ്ത് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഞാൻ ഇതിൽ കാണിക്കുന്നുള്ളൂ. പിന്നെ ഇതാ നമ്മൾ പുട്ടാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നത്. നോമ്പ് തുറന്നതിന് ശേഷം പുട്ടും പിന്നെ ദോശയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇതാ പുട്ടിനുള്ള അരി ഞാനൊന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരിയൊക്കെ പൊടിച്ചെടുത്തു. ഇനി ആ പുട്ട് ഞാനൊന്ന് അതിൻ്റെ കൂടെ തന്നെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതാ അനിയത്തിയുടെ സമൂസയൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പിന്നെ എന്താ ഞാനിവിടെ അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇലയട ഇതിൻ്റെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ എല്ലാ വർഷവും ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഈ വർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമ്മളിവിടെ സമാമ ജ്യൂസാണ് അടിക്കുന്നത്. അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നോമ്പൊക്കെ തുറക്കാനായി ബാങ്കൊക്കെ കൊടുത്തു. ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു. അതിനുശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉഴുന്ന ദോശക്കുള്ള മാവ് ഉമ്മ രാവിലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് ഞാൻ വേഗത്തിലൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇഷായൊക്കെ നിസ്കരിച്ച് വന്നതിന് ശേഷം ഞങ്ങൾ വേഗത്തിൽ ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം എനിക്ക് കേക്കിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ഈദ് സ്പെഷ്യലായിട്ട് കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഉച്ചയ്ക്ക് ശേഷം ഈദിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കേക്ക് ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വേഗത്തിൽ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഇതാ താത്താൻ്റെ കുട്ടിക്ക് അനിയത്തിയുടെ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇതാ മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കിടന്നിരുന്നു. മൈലാഞ്ചിയൊക്കെ ഇട്ടതിന് ശേഷമാണ് കിടന്നത്. അപ്പോൾ ഇതാ രാവിലെ എണീറ്റപ്പോൾ കയ്യിൽ മൈലാഞ്ചിയൊക്കെ നല്ലോണം ചുവന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ഓതിയതിന് ശേഷം കേക്കിൻ്റെ ബാക്കി പണികളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ കേക്കിൻ്റെ ബാക്കിയുള്ള പണികളും കൂടി ഒന്ന് പെട്ടെന്ന് ചെയ്തെടുത്തു. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യണില്ല. ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എൻ്റെ കേക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഉമ്മ അതാ ഇവിടെ പായസത്തിനുള്ള ചെറുപയർ പരിപ്പ് ഒന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാനിതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ശർക്കര പനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പായസത്തിലോട്ട് പാരാൻ ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാലിന് വേണ്ടിയിട്ടുള്ള തേങ്ങയാണ്. അതൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് പാലെടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഈ പായസത്തിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതാ തേങ്ങാപ്പാലിൽ 2ാം പാലും 3ാം പാലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നതിന് ശേഷം ഇതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല തിളച്ചതിന് ശേഷം നമുക്കിത് 1ാം പാൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്യാം, തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഒന്ന് തൂമിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് നമുക്കൊരു 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് ഇവിടെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കാഷ്യൂ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാഷ്യൂ ഒന്ന് ജസ്റ്റ് ഒരു കളറ് മാറി വരുമ്പോൾ നമുക്കിതിലോട്ട് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കാഷ്യൂവും കിസ്മിസും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിത് പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡിയായി. നമുക്ക് ബാക്കിയുള്ള പണികൾ നോക്കാം. പിന്നെ അതാ ഞാനൊരു ഡെസേർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു അറേബ്യൻ സ്വീറ്റാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിന് ശേഷം ഞാനിവിടെ പരിപ്പാണ് ഉണ്ടാക്കിയത്. പരിപ്പ് കൂട്ടാനാണ്. അപ്പോൾ അതിലോട്ട് നമുക്ക് തേങ്ങ ചമ്മന്തി അരച്ചിട്ട് അതിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയാണ്. അപ്പോൾ അതൊന്ന് അരച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതാ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പിലോട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പരിപ്പ് കൂട്ടാനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഈദിൻ്റെ അന്ന് കുറച്ച് വെറുംചോറ് സാദാ ചോറ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിലോട്ടുള്ള പപ്പായ കറിയാണ്. അപ്പോൾ അതിനുള്ള തേങ്ങയാണ്. അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. പപ്പായ വെന്തതിന് ശേഷം അതിലോട്ട് തേങ്ങ അരച്ച മിക്സ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം ഇതിലോട്ട് പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈരൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പപ്പായക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ അമ്മ ചിക്കന് ഫ്രൈ ചെയ്യാനുള്ള ചിക്കനാണ്. അപ്പോൾ അതൊന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെണ്ടക്കച്ചാർ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സാദാ ചോറുക്കുള്ള വെണ്ടക്കച്ചാറായിരുന്നു. അപ്പോൾ അതിനുള്ള വെണ്ടക്ക എത്താത്ത അവിടെ മുറിക്കുണ്ടായിരുന്നു. അപ്പോഴേക്കും അതിനാവശ്യമായിട്ടുള്ള തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ജസ്റ്റ് അതൊന്ന് അടുപ്പിൽ വെച്ചതാണ്. അപ്പോൾ ആ തക്കാളിയൊക്കെ വെന്തതിന് ശേഷം നമ്മൾ വെണ്ടക്ക അതിലോട്ട് ചേർത്ത് കൊടുത്തു. അപ്പോഴേക്ക് വേറൊരു അടുപ്പിൽ ചിക്കൻ ഒന്ന് വറ്റിച്ചതാണിത്. അതൊന്ന് ജസ്റ്റ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കുകയാണ്. അപ്പോൾ ചായക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് അടയാണ് രാവിലെ. ഞാൻ ആ അട ഉണ്ടാക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മൈലാഞ്ചിട്ട കൈ കൊണ്ട് അട നമ്മൾ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം ഇങ്ങനെ അട കഴിക്കുന്നത് നല്ല രസമാണ്. എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ മൈലാഞ്ചിട്ട കൈ കൊണ്ട് അട കഴിക്കുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ നെയ്ച്ചോറ് വെക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നെയ്ച്ചോറും കുറച്ച് സാദാ ചോറുമാണ് വെക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നെയ്ച്ചോറിൻ്റെ മുകളിൽ തൂമിച്ചിട്ടിടാനായിട്ടുള്ള ഉള്ളിയും കിസ്മിസും കാഷ്യൂം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സവാള കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ റൈസ് വേവിക്കാനായിട്ടുള്ള വെള്ളത്തിലിടാൻ വേണ്ടിയിട്ടുള്ള സവാളയാണ്. അതൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കറുവാപ്പട്ടയും ഗ്രാമ്പൂ ഏലക്കായ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ അത് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ എത്ര അരിയാണോ എടുക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നല്ലോണം തിളച്ചതിന് ശേഷം ഞാനിവിടെ അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അത് അരിയൊക്കെ ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെക്കാം. പിന്നെ ഇത് ഇടയ്ക്ക് ഇങ്ങനെ തുറന്നതിന് ശേഷം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അടി പിടിക്കാൻ ചാൻസ് ഉണ്ടാവും. അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോഴേക്ക് ധാന്യത്തി അകൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഞാൻ വേഗത്തിൽ പോയിട്ട് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം ഒന്ന് തുടക്കാനായിട്ട് പോയി. വേഗത്തിൽ തന്നെ ഒന്ന് തുടച്ചെടുത്ത് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതാ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഇതാ നല്ലോണം വറ്റി റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. പിന്നെ കുളിക്കാനും നിസ്കരിക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ ചിക്കനൊന്ന് വേഗത്തിൽ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ എല്ലാവരും പണികളൊക്കെ കഴിഞ്ഞ് കുളിയും ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഇതാ താത്താൻ്റെ കുട്ടി നല്ല സുന്ദരിയായി വന്നിട്ടുണ്ട്, ഉടുപ്പൊക്കെ ഇട്ടിട്ട്. പിന്നെ ഇതാ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അപ്പോൾ ഞങ്ങൾ ബിരിയാണി ഒന്നും അല്ല കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. സാദാ ചോറും പപ്പായ കറി, പരിപ്പ് കൂട്ടാൻ, വെണ്ടക്ക അച്ചാർ, പിന്നെ ചിക്കൻ വറ്റിച്ചത്, പിന്നെ അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തത്, പിന്നെ ഗീ റൈസ് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറി. ഈ ഒരു കറീൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിച്ചില്ല, വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് നമുക്ക് പുറത്ത് പോകാനൊന്നും വയ്യ. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു ഫുൾ ടൈം. പിന്നെ കൂടുതൽ എങ്ങോട്ട് പോയിട്ടൊന്നുമില്ല. പിന്നെ തറവാട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെറിയൊരു ഈദ് വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ടേക്ക് കെയർ.